ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റുന്നതാണ്. വിജയം ആസ്വാദകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. ഒരു രാഷ്ട്രത്തിലെ നല്ല തലച്ചോറുകൾ ഒരുപക്ഷെ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചുകളിലായിരിക്കും. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. നമ്മുടെ കയ്യൊപ്പ് ഓട്ടോഗ്രാഫായി മാറുന്നത് നമ്മൾ ജയിക്കുമ്പോഴാണ്. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. നിങ്ങളുടെ ആദ്യ വിജയത്തിനു ശേഷം വിശ്രമിക്കരുത്. കാരണം നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറയാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യമുണ്ടാകണം, ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കാൻ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 2 കാര്യങ്ങളാണ്. 1, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. 2, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മൂലധനമായി മാറണം. പരാജയം വിജയത്തിൻ്റെ മറുവശമല്ല, വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. പരാജയത്തിലൂടെ വിജയത്തിലേക്ക് കടക്കാനാകൂ. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. അറിഞ്ഞു ചെയ്യുന്നതെല്ലാം പരാജയത്തെ ഒഴിവാക്കും. ഒരിടത്തും തോൽക്കാത്തവർ ഒന്നും ശ്രമിക്കാത്തവരായിരിക്കും. പിന്തുടർച്ചയില്ലാത്ത പ്രവൃത്തികൾക്കൊന്നും യാതൊരു മൂല്യവും കാണില്ല. നാളെ എന്നത് മടിയന്മാർക്ക് പണിയെടുക്കാൻ മാറ്റിവെച്ച ദിവസമാണ്. എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. കണ്ണുകൾ ലക്ഷ്യത്തിൽ ഊന്നുന്നിടത്തോളം നിങ്ങൾ തടസ്സങ്ങൾ കാണില്ല. പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് വിജയിക്കാനുള്ള യോഗ്യത നേടുന്നത്. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും, എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. വിജയം തോൽവിയെ ഭയക്കാത്തവർക്ക് മാത്രമുള്ളതാണ്. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ അടഞ്ഞ വാതിലിനു മുൻപിൽ മാത്രം നിൽക്കുമ്പോൾ നമുക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. വിജയികൾ ഒരിക്കലും മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. വീഴ്ചകൾ സ്വാഭാവികമാണ്, പക്ഷേ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയമുണ്ടാകൂ. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്: അറിവും ആത്മവിശ്വാസവും. വിജയം മുൻകാല തയ്യാറെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ആരംഭിക്കുകയായി. ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവുക എന്നതാണ് എല്ലാ വിജയത്തിൻ്റെയും തുടക്കം. ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ നാം ആരാണെന്നും നമ്മുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും തിരിച്ചറിയും.